ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. വി വൺ ഫോർ ഡിയേഗോ, ഫോർ എസ് ഫോർ പോർച്ചുഗൽ. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പ്രതികരണമാണ്. ഡിയേഗോ ജോട്ടയുടെ ഓർമ്മകൾ നിറഞ്ഞു നിന്നൊരു ദിവസം പോർച്ചുഗലിന് ജയിക്കാതിരിക്കാൻ കഴിയുമായിരുന്നില്ല. ഒരു ആബ്സല്യൂട്ട് ത്രില്ലർ സിനിമയാണ് നമ്മൾ കണ്ടത്. 1.25-2 മണിക്കൂർ നീണ്ടു നിന്ന സമയം ഹൃദയം പെരുമ്പറ കൊട്ടിയിട്ടല്ലാതെ അവസാന നിമിഷങ്ങൾ നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റുമായിരുന്നില്ല. എന്തൊരു മാച്ചായിരുന്നു! ഒരുപാട് ഇമോഷനുകൾ, പോരാട്ടങ്ങൾ, ഒടുവിൽ കണ്ണീരണിഞ്ഞ കാഴ്ചകൾ. കളി കഴിഞ്ഞിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ ഡിയേഗോ ജോട്ടയുടെ 21-ാം നമ്പർ ജേഴ്സി അണിഞ്ഞുകൊണ്ട് കണ്ണീരൊഴുക്കി ഇങ്ങനെ തൻ്റെ ടീമിനെയും നയിച്ചുകൊണ്ട് ആരാധകരോട് അഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ പോകുന്നൊരു കാഴ്ചയുണ്ട്. ആരുടെയും ഉള്ളുലയുന്ന കാഴ്ചയാണത്. പോർച്ചുഗലിൻ്റെ കോച്ച് റോബർട്ടോ മാർട്ടിനസും കളിക്ക് ശേഷം പറഞ്ഞു, അവൻ ഞങ്ങളോടൊപ്പമുണ്ട്, അവൻ ഞങ്ങൾക്ക് നൽകുന്ന സ്ട്രെങ്ത് വളരെ വലുതാണെന്ന്. ഡിയേഗോ ജോട്ട അവർക്കത്രയും പ്രിയപ്പെട്ടവനായിരുന്നു. ഏതായാലും അവൻ്റെ ഓർമ്മ ദിനത്തിൽ തന്നെ വേൾഡ് കപ്പിലെ സുപ്രധാനമായൊരു വിജയം അവൻ്റെ കൂട്ടുകാർ നേടി. മറുഭാഗത്ത് ഒരു ലെജൻഡിൻ്റെ പടിയിറങ്ങൽ കൂടി നമ്മൾ കണ്ടു. സൂപ്പർ പോരാട്ടമായിരുന്നു. ആദ്യ പകുതി പോർച്ചുഗൽ തന്നെയാണ് ആധിപത്യം പുലർത്തിയത്. പക്ഷേ രണ്ടാം പകുതിയിൽ പെരിസിച്ചിൻ്റെ ഗോളിലൂടെ ക്രൊയേഷ്യ കളി പിടിച്ചതാണ്. പിന്നെ വീണ്ടും അവർ ഗോൾ അടിച്ചിരുന്നു. അത് റൂൾഡ് ഔട്ടായിപ്പോയി. ക്രിസ്ത്യാനോയുടെ ഒരു കിടിലൻ ഗോളുണ്ടായിരുന്നു, റൂൾഡ് ഔട്ടായി. പക്ഷെ പെനാൽറ്റി ലഭിച്ചു. ക്രിസ്ത്യാനോ പറയുന്നുണ്ട്, ആ പെനാൽറ്റി ഗോളാക്കി വളരെ ഈസി ആയിട്ട് CR7. പിന്നെ പറയുന്നു, ഇന്ന് ഉച്ച മുതൽ എനിക്കൊരു തോന്നലുണ്ടായിരുന്നു ഈ കളി പെനാൽറ്റിയിലാണ് തീരുമാനമാവുക എന്ന്. ഞാനതിന് പ്രിപ്പയർഡ് ആയിരുന്നു എന്ന്. ഒരു ലെജൻഡിൻ്റെ ഇൻഡ്യൂഷനാണത്. അത് സംഭവിക്കുമോ എന്ന്. അത് തന്നെ സംഭവിച്ചു. കളിക്കളത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ പെനാൽറ്റിയിലൂടെ ഈ ഗോൾ നേടുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 41 വയസ്സും 147 ദിവസവുമാണ്. വേൾഡ് കപ്പിൻ്റെ നോക്കൗട്ട് സ്റ്റേജിൽ കളിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ താരം, വേൾഡ് കപ്പിൻ്റെ നോക്കൗട്ട് സ്റ്റേജിൽ ഗോൾ അടിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ താരം. 2 റെക്കോർഡ് ഒരുമിച്ച്. നോക്കൗട്ടിൽ ഗോളില്ല എന്നുള്ള ആ പരിഹാസങ്ങൾക്ക് ഇവിടെ അവസാനമാവുകയാണ്. എന്തായാലും പിന്നീട് അവസാന നിമിഷങ്ങളിൽ നമ്മൾ കണ്ടതോ ഗോൺസാലോ റാമോസിൻ്റെ കിടിലൻ ഹെഡർ ഗോള്. അത് കഴിഞ്ഞിട്ട് 10 മിനിറ്റിൻ്റെ ഇഞ്ചുറി ടൈമാണ്. അത് 10 മിനിറ്റും കഴിഞ്ഞ് മുന്നോട്ട് പോയി. അങ്ങനെ പോകവേ അവസാന നിമിഷം വീണ്ടും പോർച്ചുഗലിൻ്റെ വല കുലുങ്ങി. എന്നാൽ നീണ്ട വാർച്ചയ്ക്കിനൊടുവിൽ അത് ഗോളല്ലെന്ന് വിധിക്കുമ്പോൾ ലൂക്കാ മോഡ്രിച്ചിൻ്റെ മുഖത്ത് വിരിയുന്നൊരു ചിരിയുണ്ട്. അതൊരു വല്ലാത്ത ചിരിയാണ്, നമ്മുടെ ഹൃദയത്തിൽ തട്ടുന്നൊരു ചിരി. ഒരു ലെജൻഡ് ഇവിടെ കളമൊഴിയുകയാണ്. കളി കഴിഞ്ഞിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ അങ്ങ് ചെന്നു ലൂക്കാ മോഡ്രിച്ചിൻ്റെ അടുത്തേക്ക്, ലൂക്കയെ ആശ്വസിപ്പിക്കുന്ന കാഴ്ച. ഇതെല്ലാം, ഈ ഓരോ നിമിഷങ്ങളും തീർച്ചയായിട്ടും അനിർവചനീയമായ നിമിഷങ്ങളാണ്. ഹൃദയത്തിൽ ചേർത്ത് വെച്ചോ, നമ്മൾ കണ്ടതൊരു അബ്സല്യൂട്ട് സിനിമയാണ്.